അതെ, കൊച്ചിൻ്റെ വീട്ടിൽ ഞാൻ ഉത്സവം കാണാൻ പോയതാണെങ്കിലും ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഇഷ്ടംപോലെ കൃഷിയിടങ്ങളിലെ ഓരോ സാധനങ്ങളാണ്. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടിന് ഇന്ന് ഞാൻ വിളിച്ചിരിക്കുന്നത് കൊച്ചിൻ്റെ ഏറ്റവും ഇളയ സന്താനത്തെയാണ്. അവനാണ് ഇന്ന് എനിക്ക് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ നിൽക്കുന്നത്. പുള്ളിക്കാരനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ചുമ്മാതാണ്. ഈ കാണുന്ന ചെടി എന്തോ ഷുഗറിനുള്ള മരുന്നാണെന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞതും കേട്ട് ഞാൻ തലയാട്ടി. അതിനപ്പുറത്തോട്ട് മാറിയായിട്ട് ഇഷ്ടംപോലെ കുരുമുളകും പടർന്ന് കളിക്കുന്നുണ്ട്. അതിൽ പഴുത്തതും പിന്നെ പച്ചയും ഒത്തിരി കുരുമുളകുണ്ട്. ഉണക്കിയ കുരുമുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടുത്തെ അത്രയും തുടക്കം തൊട്ട് ഒടുക്കം വരെയും പടർന്ന് കളിക്കുന്ന കോവലാണ് പിന്നെ ഞാൻ കണ്ടത്. ഇതുപോലെ തന്നെ ഒരു ചെരുവും കോവലും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടം കറി ഉണ്ടാക്കാനായിട്ടുള്ള മിക്ക പച്ചക്കറികളും അവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേനും 5-6 മൂട് മരച്ചീനി നിൽപ്പുണ്ട്. ഈ കൂട്ടത്തിലൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരാളുണ്ട്. വേറെ ആരുമില്ല, കറിവേപ്പില. കറിവേപ്പിലൊരു വീട് അത് കാണാൻ വളരെ ചാൻസ്. അതുപോലെ തന്നെ കോഴിക്ക് കോഴി, കോഴിയുടെ മുട്ടയും. പിന്നെ നേരെ നോക്കിയപ്പോഴത്തേനും ഇഷ്ടംമാതിരി ചക്കയുണ്ട്. ഇതിപ്പോൾ ചക്ക സീസണാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൂവർഗ്ഗങ്ങളും ഉണ്ട് കേട്ടോ. ഞാവൽ കിളിച്ച് വരുന്നതേ ഉള്ളേ. കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേനും ഇവൻ പറഞ്ഞു ഇവിടെ മാത്രമല്ല അത് അപ്പുറത്തായിട്ട് പപ്പായ മരവും പിന്നെ പാഷൻ ഫ്രൂട്ടും പടർന്ന് കളിക്കുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ കൊച്ചച്ഛൻ മാത്രമല്ല എൻ്റെ കുഞ്ഞമ്മയുടെ അമ്മയും കൂടെ ചേർന്നാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒടിഞ്ഞു കിടന്ന വാഴക്കൊലയും തൂക്കിയാണ് അവൻ്റെ നിൽപ്പ്. ഞങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ച് ദൂരെയാണ് കൊച്ചൻ താമസിക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും സമാധാനമായിട്ടുള്ളതെന്ന്. ആരുടെ ശല്യമില്ലാതെ കൃഷിയൊക്കെ നോക്കി ജോലിക്കൊക്കെ പോയി പിള്ളേരെ വീട്ടുകാരെയൊക്കെ നോക്കി സമാധാനത്തിൽ നിൽക്കാം. ചെന്ന് കയറിയപ്പോൾ പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ക്യാറ്റ് ഫിഷാണ്. ഇത് മാത്രമല്ല കുറച്ചധികം മീൻ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പായൽ കാരണം കാണാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ നട്ടുച്ചയ്ക്ക് ഇതെല്ലാം കാണാൻ വന്ന എൻ്റെ കുഞ്ഞു കേടിനൊരു ഉമ്മയും കൊടുത്തു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിഷയങ്ങൾ പുറകെ പറയാം. സീ യു സൂൺ.